ഹല്ലേലൂയ. അതിശക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആലോചന ഒന്നിച്ച് കൈമാറാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം അതിന്റെ 14 തിരുവചനം ആദ്യം വായിക്കുന്നു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 23 അധ്യായം അതിന്റെ 11 വാക്യം ഫസ്റ്റ് വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം അതിന്റെ 14 വാക്യം. ആക്ട്സ് ചാപ്റ്റർ 28 വേഴ്സ് 14 വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമിൽ എത്തി. ഇനി 23:11 വായിക്കുന്നു, ശ്രദ്ധിക്കുക. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. 23:11 രാത്രിയിൽ കർത്താവ് അടുക്കൽ വന്ന് ഒരു പ്രോമിസ് ഒരു മനുഷ്യനോട് പറയുകയാണ്, നീ ധൈര്യമായിട്ടിരിക്കാം. ഇന്ന് രാത്രിയിലും ദൈവം ചിലതിനോട് പറയുന്ന ആലോചന ഇതാണ്, നീ ധൈര്യമായിട്ടിരിക്കാം. ഉപവാസത്തിന്റെ ഈ രാത്രിയിൽ ചില വിഷയത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ആത്മാവ് പറയുന്നു, ധൈര്യമായിരിക്കാം. ഉറക്കെ പറ, ധൈര്യമായിരിക്കാം. നീ എന്നെ കുറിച്ച് ഈ യെരൂശലേമിന്റെ നാട്ടിൽ സാക്ഷീകരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോടൊരു ദൂത് പറയുന്നു, ഇവിടം കൊണ്ട് നീ തീരത്തില്ല, നീ റോമിലും എൻ്റെ നാമത്തെ സാക്ഷീകരിക്കും. ഹല്ലേലൂയ. 23:11 ദൂത് പറഞ്ഞു. 28:14 നമ്മൾ വായിച്ചു, ആ മനുഷ്യൻ റോമിൽ എത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ദൈവം പറഞ്ഞ പ്രോമിസിലേക്ക് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ എത്തിക്കാൻ പോകുകയാണ്. ചിലതിന്റെ റോമുണ്ട്. ഹല്ലേലൂയ. നിന്നോട് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറഞ്ഞ ദൈവത്തിന്റെ ദൂതുകളുണ്ട്. ആ ദൂതിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ നിശ്ചയമായി എത്തിച്ചിരിക്കും. ധൈര്യമായി ഇരിക്കുക. അപ്പം 23:11 ആരോടാ പറയുന്നതെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസിനോട് പറയുകയാണ്, നീ റോമിൽ എത്തിയിരിക്കും. ഇവിടെ നീ എന്നെ സാക്ഷീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നീ എത്തിയിരിക്കും. പക്ഷേ 28:14 പറയുന്നു, അവിടെ ആ മനുഷ്യനെ ദൈവം എത്തിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ ബലപ്പെടേണ്ട ഒരു ദൈവിക ദൂത് പറയുന്നു. ഈ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, പ്രോമിസുകൾ പറഞ്ഞ് വാഗ്ദത്തങ്ങൾ പറഞ്ഞ് അത് ഇല്ലാതെ പിന്നെ മാറിപ്പോകുന്ന സമൂഹത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. കൂട്ടുകാർ പറയാറുണ്ട് പ്രോമിസ്, അവർ പിന്നെ ഇല്ലെന്ന് പറയാറുണ്ട്. ലീഡേഴ്സ് പറയാറുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലെ വേണ്ടപ്പെട്ടവർ പലരും പറയാറുണ്ട്. ചിലർ സാഹചര്യം അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ചെയ്തു തരും, സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളാണെങ്കിൽ അവർക്കും ചെയ്തു തരാൻ പറ്റത്തില്ല. പല തടസ്സങ്ങൾ അവർ പറയും. പക്ഷെ ബൈബിൾ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നു, ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ചിലരോട് പറയാണ്, ചിലതിന്റെ റോമിലേക്ക് ചിലതിനെ കാലുകുത്തിക്കാൻ പോവുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന എന്തിനാ വെച്ചെന്നറിയാം? നിയോഗത്തോടെ. ഈ ഉപവാസ പ്രാർത്ഥന ചിലപ്പോൾ കഴിയണമെന്നില്ല, അതിനു മുമ്പ് തന്നെ ചിലതിന്റെ വാഗ്ദത്തം നിന്റെ കൂടാരത്തോട് ദൈവാത്മാവ് പറഞ്ഞത്, നിന്റെ തലമുറയോട് പറഞ്ഞത്, നിന്റെ ജീവിതത്തോട് ദൈവാത്മാവ് പറഞ്ഞ ചില പ്രോമിസിലേക്ക് ദൈവാത്മാവ് കാലുകുത്തിക്കാൻ പോകുകയാണ്. അതിനെന്തൊക്കെ തടസ്സം വന്നാലും ഇന്ന് രാത്രി ഞാൻ എന്തിനാ വന്ന് നിൽക്കുന്നതെന്നറിയാമോ? ഞാനൊരു ദൈവത്തെ പരിചയപ്പെടുത്തുക. വിശുദ്ധ ബൈബിളിൽ നിന്നും വാഗ്ദത്തം പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവം. എന്തൊക്കെ സംഭവിച്ചാലും അതിനെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ഈ നല്ല കർത്താവിന്റെ മഹത്വം കയറ്റിയേ. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏതൊക്കെ പ്രോമിസ് പറഞ്ഞിട്ടുണ്ടോ അതിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല ദൈവത്തെ ഇന്ന് രാത്രി വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നു, ചിലതിന്റെ പ്രോമിസിലേക്ക് കാലുകുത്തുന്ന നാളുകളായി മാറാൻ പോകുക. ചില റോം ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞ റോം ചില ദൂതുകളാണ്. ആ ദൂതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ നിശ്ചയമായി കൊണ്ടെത്തിച്ചിരിക്കും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ആരാ നമ്മുടെ ദൈവം? വാഗ്ദത്തം പറഞ്ഞാൽ മാറാത്ത ദൈവം. എബ്രായർ 10:23 ബൈബിൾ ഇങ്ങനെ പറയുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചോളുക. മുറുകെ പിടിച്ചുകൊള്ളുക.
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ല. നീ ഭയപ്പെടണ്ട, മുറുകെ പിടിച്ചോ. പ്രോമിസ് പറഞ്ഞവൻ ചേഞ്ച് ആകാത്തൊരു ദൈവമാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 23:19 ബൈബിൾ പറയുന്നു, വ്യാജം പറയാൻ ദൈവം ആരല്ല? മനുഷ്യനല്ല. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. അനുദമിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അപ്പൊ പ്രത്യാശയുടെ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചോളാം. വാഗ്ദത്തം ചെയ്ത ദൈവം ആരാണ്? ഉറക്കെ പറ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. പറഞ്ഞിട്ട് അവൻ അനുദപിക്കുന്ന ദൈവമല്ല. മനുഷ്യനെ പോലെ മാറ്റി പറയുന്ന ദൈവമല്ല. വ്യാജം പറയാൻ ദൈവം ആരല്ല? മനുഷ്യനല്ല. ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ അകത്തിരിക്കണം, നമ്മൾ ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് പ്രോമിസ് പറഞ്ഞാൽ മാറാത്തൊരു ദൈവം. നമ്മൾ ആരെ ആരാധിക്കുന്ന, ആരോട് പ്രാർത്ഥിക്കുന്ന, ആരുടെ സന്നിധിയിലാണ് ഇരിക്കുന്നത്, ദൂത് പറഞ്ഞാൽ മാറാത്ത ദൈവം. മനുഷ്യൻ മാറും, പക്ഷെ ദൈവം മാറ്റം വരാത്ത ദൈവം. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാമോ? ദൈവം അബ്രാമിനെ വിളിച്ചിട്ടൊരു ദൂത് പറയുന്നുണ്ട്. ആ ദൂത് പറയുമ്പോൾ എബ്രായർക്കെതിരെ ലേഖനം, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എബ്രായർ 6:13 വായിച്ച് 13, 14, 15. ആരാ നമ്മുടെ ദൈവം? നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ശ്രദ്ധിച്ചേ, ദൈവം അബ്രാമിനെ വിളിച്ചു. നമ്മളെ ഓരോരുത്തരും വിളിച്ചതുപോലെ ദൈവം ആരെ വിളിച്ചു? അബ്രാമിനെ വിളിച്ചു. വിളിച്ചിട്ട് അബ്രാമിനോട് ദൈവം ദൂത് പറയാ. ദൂത് പറയാം. ആ വാക്കൊന്നുകൂടെ വായിച്ച മോളെ. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട്. നമ്മള് കൊച്ചിലേക്ക് എത്ര പേരുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ സ്കൂളിലൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും കാര്യം പോയി ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, എൻ്റെ അമ്മയാണേ എൻ്റെ അപ്പനാണേ സത്യം. ചിലർ പാസ്റ്ററിനെ കൊണ്ട് പറയും, എൻ്റെ പാസ്റ്റർ വിശ്വാസിയാണെ പറയും, എൻ്റെ പാസ്റ്ററാണേ സത്യം. എന്താ പറയാൻ കാരണം? നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ അതിന് മീതെ ഉള്ള ഒരാളെ കൊണ്ട്. പക്ഷെ ഇവിടെ ആരാ സത്യം പറയുന്നേ? അതാണ്ട് ഈ മോൻ, ഇത് അബ്രാം വെച്ചോ, ദൈവം അവനെ വിളിച്ചിട്ട് പറയാ, ഞാൻ ആ വാക്കൊന്ന് വായിച്ചേ. ദൈവം അബ്രാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട്. ഞാനാ ദൂത് പറയാം. ദൈവം ദൂത് പറയാ, എന്റെ മീതെ വേറൊരാളില്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിനക്ക് ഗ്യാരണ്ടി നിന്ന് പറയാണ്, സത്യം ചെയ്ത് പറയാണ്. അടുത്തത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ഇത് തന്നെ ദൈവം നമ്മളോട് പറയുന്നേ. പാസ്റ്റർ പറഞ്ഞതോ ആര് പറഞ്ഞത് നോക്കണ്ട. ഈ ഉപവാസ പ്രാർത്ഥന ചിലതിനോട് പറയുന്നു, നിന്നോട് പറഞ്ഞതിന്റെ ഗ്യാരണ്ടി പറഞ്ഞ ദൈവം തന്നെയാ. ആരോടൊക്കെ ദൈവം പറയുന്നു, കഴിഞ്ഞ നാളിൽ നിന്നോട് പറഞ്ഞതിന്റെ ഗ്യാരണ്ടി 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 അത് ദൈവമോ. അടുത്തത് അടുത്തത് അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പൊ വാഗ്ദത്തം എന്താ? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാമിനെ വിളിച്ച ദൂത. അടുത്ത്, അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ആമേൻ. വെയിറ്റ് ചെയ്താലും പറഞ്ഞത് പ്രാപിച്ചു. ഇനി വെയിറ്റ് ചെയ്താൽ മതി. ഈ വർഷപ്രാർത്ഥനയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. പറഞ്ഞ ദൈവം പൂർത്തീകരിക്കും. ഗ്യാരണ്ടി ആരാന്ന? പറഞ്ഞവനാ ഗ്യാരണ്ടി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഇന്ന് രാത്രി ഞാൻ ഇത് എന്തിനാ പറയുന്നതെന്നറിയാം. ഞാൻ വിശ്വസിക്കുന്നു ഇത് ചിലരുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ പോകുക. ഞാനൊരു വേറെ മെസ്സേജിനാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ കഴിഞ്ഞ മണിക്കൂറിൽ ദൈവം അതിനെ മാറ്റിയിട്ട് ദൈവം ഈ ചർച്ചിനെ നോക്കി വിളിച്ചു പറയാൻ പറയുന്നു, ഈ ജനത്തെ നോക്കി വിളിച്ചു പറയാൻ പറയുന്നു, ചിലതിനെ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുക. നിന്നോട് ഗ്യാരണ്ടി പറഞ്ഞവനെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുക. ഒന്ന് വിശ്വസിച്ചോ, ആ ഗ്യാരണ്ടി ദൈവം പൂർത്തീകരിക്കും. ഗ്യാരണ്ടി പൂർത്തീകരിക്കും. കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് ഒരു 4 മണി തൊട്ട് ഞാൻ ഇതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് ഇന്നലെ രാത്രിയിലും കണ്ടിന്യൂ ചെയ്തു. ഈ ഒറ്റ വാക്ക, വേറെ ഒന്നും അതിനകത്ത് വരുന്നില്ല. ഈ ചർച്ച നോക്കി, ദൈവദാസനെ നോക്കി വിളിച്ചു പറ, ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നും ഒരു ഗോസ്പൽ ടീം ഞാൻ രൂപപ്പെടുത്തുന്നു എന്ന്. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഗ്യാരണ്ടി പറഞ്ഞ ഒരുത്തർ ഇന്ന് രാത്രി ചിലതിനോട് പറയുന്നു,
ചിലതിനോട് നോക്കി കർത്താവ് ഗ്യാരണ്ടി പറയുന്നു. അതുപോലെ ചിലതിന്റെ റോമിലേക്ക് ചിലതിനെ കാലുകുത്തിക്കാൻ പോവുക, ചിലതിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ചിലത് കാലുകുത്തുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഒന്ന് കരങ്ങളെ തട്ടെ, കരങ്ങളെ തട്ടെ, കരങ്ങളെ തട്ടെ. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് പറയുന്നു, മകളെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, ചില ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ, വാഗ്ദത്തങ്ങൾ, വാഗ്ദത്തങ്ങൾ കരങ്ങളെ തട്ടി ആത്മ നിറവിൽ ഈ മിനിറ്റുകൾ കർത്താവിന് ഒരു ആരാധന കൊടുത്ത് Washibo boruko tosi ambore kamane kelati at kororial kanara baba baba horiya satyatara. കഴിഞ്ഞ രാത്രി മുഴുവൻ ഇതാണ് ദൈവം പറഞ്ഞത്. ഇതിന്റെ ഏതകത്തിൽ ചിലതിനെ വാഗ്ദത്ത റോമിലേക്ക് ദൈവം എത്തിക്കാൻ പോകുക. ഇന്ന് ഞാൻ വരുന്നത് എന്തിനാ അറിയാമോ? ഈ ദൂത് അയച്ച് വന്നിരിക്കുന്നത് ചിലതിനോട് നിന്റെ റോമിൽ നിന്നെ എത്തിക്കുമെന്ന് ദൈവാത്മാവ് ആവർത്തിച്ചുറപ്പിച്ചിട്ട് ആരാ ദൂത് പറഞ്ഞെന്ന് കൂടെ ഒന്നുകൂടെ ഓർപ്പിക്കുക. അവൻ തന്നെ ഗ്യാരണ്ടി, അവൻ തന്നെ ഗ്യാരണ്ടി. വേറെ ആരുമില്ല, വേറെ ആരെയും നോക്കണ്ട, കർത്താവ് തന്നെ ഗ്യാരണ്ടി. വായിച്ച വചനത്തിലേക്ക് വരാൻ പോവാ. നിങ്ങൾ ഇത് മനസ്സിലാകും. ഇതിനപ്പുറത്ത് ഇനി വേറെ ഒന്നുമില്ല. എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്നു വിശ്വസിച്ചോണ്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങത്തുള്ളൂ. നമ്മൾ വായിച്ചു, ഒരുത്തനോട് പറഞ്ഞു നീ റോമിൽ എത്തും. അവൻ പിന്നെ റോമിൽ എത്തി. അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് യഹൂദന്മാരായി പിടിക്കപ്പെടുക, ദൈവനാമ നിമിത്തം പിടിക്കപ്പെടുന്ന അനുഭവം. 23 വരുമ്പോൾ ന്യായാധിപന്മാരുടെ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുക, തടവിലാക്കുന്ന അവസ്ഥ, തനിക്കെതിരെ അവകാശം, അപവാദങ്ങൾ, കൊല്ലാൻ ആഘോഷിച്ച് നിൽക്കുക. ആ നിൽക്കുമ്പോഴാണ് ദൈവം ദൂത് പറയുന്നത്. രാത്രി അവനോട് പറയാ, നീ ഭയപ്പെടേണ്ട, യെരുശലേമിൽ സാക്ഷീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ റോമിൽ എത്തും, നീ അവിടെ എൻ്റെ നാമം ആ മഹത്വത്തിന് എത്തിയിരിക്കും. പിന്നെ ഈ ദൂത് കേട്ടതിന് ശേഷം ജീവിതത്തിന്റെ യാത്ര അത്ര നല്ല യാത്രയല്ല. അസാധാരണമായ പ്രതിസന്ധി ജീവിതത്തിന്റെ അകത്ത് സംഭവിച്ചു. ഇന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുക, നമ്മളോട് പറഞ്ഞ ദൂതിന്റെ മുമ്പിൽ അസാധാരണമായ പ്രതിസന്ധി വന്നാലും ഗ്യാരണ്ടി പറഞ്ഞവൻ നമ്മെ എത്തിക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, 23:11 നമ്മൾ വായിച്ചു. ദൈവം ആലോചന പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യും? റോമിൽ എത്തിക്കും. പല പ്രതിസന്ധി, ന്യായാധിപൻ, വിചാരണ ഒക്കെ നടന്ന് 27 അധ്യായം വരുമ്പോൾ റോമിലേക്ക് യാത്ര ചെയ്യുക. നമ്മളും ചിലപ്പോൾ ചിന്തിക്കും, എന്നാൽ ഈ വാഗ്ദത്തത്തിലേക്ക് വരാറായി, റോമിലേക്ക് യാത്ര ചെയ്യുക. പക്ഷെ റോമിലേക്ക് യാത്ര അടുത്ത ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്ന് വിചാരണ, തടവുകാരൻ, കൊല്ലാൻ ആഘോഷിച്ച് നിൽക്കുന്ന ഒരു സമൂഹം. അടുത്ത ഏറ്റവും വലിയ പ്രതിസന്ധി, അവർ യാത്ര ചെയ്ത യാത്രക്കെതിരെ ശക്തമേറിയ കാറ്റടിച്ചു. ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ആ 27 അധ്യായം ഒന്ന് എടുത്തേ, നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിന്റെ 14 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു, അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തട്ടിന്മേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി. 18ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്നവർ ചരക്ക് പുറത്തു കളഞ്ഞു. 20ാമത്തെ വചനം. 20ാമത്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ശ്രദ്ധിച്ചേ, ഇനി രക്ഷപ്പെടൂന്നൊരു ഇതില്ല. ചില സമയത്ത് അങ്ങനെ വാഗ്ദത്തം കേട്ട് നമ്മൾ യാത്ര തിരിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാറ്റ് ജീവിതത്തിൽ അടിച്ചു. പൗലോസ് തന്നെ തീരുമാനിച്ചു, ദൂത് കേട്ടവൻ പറയാ, ഇനിയും രക്ഷപ്പെടുമെന്ന് എനിക്കൊരാശയില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൂത് കേട്ട് യാത്ര തിരിക്കുമ്പോൾ ചില കാറ്റടിക്കും,
പക്ഷെ അവരോട് ഇന്ന് ദൂത് പറയുന്നത് ഗ്യാരണ്ടി പറഞ്ഞവൻ ദൈവമാണ്. അവർ രക്ഷപ്പെടുമെന്ന് ഒരു ആശയില്ല. ഇനി ശ്രദ്ധിച്ചു. അങ്ങനെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷാരമേ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പേൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. പക്ഷെ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു, മൊത്ത സമൂഹത്തോട് കൂടെ യാത്രയോട് പറയുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾക്ക് എന്ത് വരില്ല? പ്രാണഹാനി വരത്തില്ല. കാരണം എന്റെ ഉടയവനോ ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 25 അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ പൗലോസ് പറയാണ്, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനും കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു, കപ്പലിന് എന്തെങ്കിലും നഷ്ടം വന്നാലോ ഒരായുസിന് പോലും ഒന്നും പറ്റത്തില്ല, കാരണം ഞാൻ റോമിൽ എത്തേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാഗ്ദത്തം പറഞ്ഞു നിന്നെ വിടുകയല്ല. നിന്റെ ജീവിതത്തിന്റെ ഏത് അർദ്ധരാത്രിയിലും നിന്നോട് ഇറങ്ങി വന്ന് നിന്നെ ബലപ്പെടുത്തുന്നതാണ് എന്റെ നല്ല കർത്താവ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഏത് സാഹചര്യത്തിലും, അത് അർദ്ധരാത്രിയിലാണെങ്കിലും, ഇപ്പോൾ തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിലോ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രി ദൈവം ചിലതിനെ ഉറപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. അത് എത്ര വലിയ പ്രതിസന്ധിക്കകത്താണെങ്കിലോ, ഏത് വലിയ കാരാഗ്രഹത്തിന്റെ അകത്താണെങ്കിലോ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് വെല്ലുവിളിക്കുന്ന ശത്രുക്കിന് മേശക്ക ഭേദക പോലെ കെട്ടപ്പെട്ട് തീച്ചൂളക്കകത്ത് കൊണ്ടിട്ടാലും അതിന്റെ അകത്ത് നാലാമനായി ഇറങ്ങി വന്ന് കെട്ടഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് ഹൃദയം തുറന്ന് ചിലതിനെ ഉറപ്പിക്കുകയാണ്. ഏത് സാഹചര്യത്തിലും ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, എന്റെ കൂടെ ചെയ്തവരെല്ലാം ദാനം ദൈവം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ധൈര്യമായി ഇരിപ്പീൻ, എന്നോട് അരുളി ചെയ്തത് തന്നെ സംഭവിക്കും. ദൈവം അങ്ങോട്ട് ബലപ്പെടുത്തി. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം. 27 33 34 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു. നമ്മൾ ബലപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മെക്കുറിച്ച് ഉപയോഗിക്കുന്നത്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അടുത്ത ചിലതിനെ ബലപ്പെടുത്താനാണ്. ഇന്ന് മണിക്കൂറുകളിൽ ദൈവം ചിലതിന് മേലെ അത് പകർച്ച ദൈവം ചെയ്യാൻ പോവുക. താൻ ബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പറയാം, നിങ്ങൾ ധൈര്യമായിട്ട് എന്തിനാ വിശന്ന് പട്ടിണി കിടക്കുന്നേ? ആഹാരം കഴിച്ചോ. കപ്പൽ എന്തെങ്കിലും പറ്റിയാലും ഒരുത്തന്റെ രോമത്തിൽ പോലും ഒന്നും പറ്റത്തില്ല. സകലതും ജീവനോടെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും. അപ്പൊ ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളോട് ആലോചന പറഞ്ഞ് നാം ബലപ്പെടുക മാത്രമല്ല, വേറെ ചിലതിനെ ബലപ്പെടുത്താനും കൂടെ ദൈവം നമ്മുടെ മേൽ ദൂതനെ തരികയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ മണിക്കൂറുകളിൽ ചിലരെ ബലപ്പെടുത്താൻ ചിലതിൻ്റെ നാവിൽ ദൈവം ചില ദൂത് തരാൻ പോവുക. ഈ വരുന്ന ദിവസങ്ങളിൽ, രാത്രികളിൽ ദൈവം ഇറങ്ങി ചിലതിനോട് ഇടപെടാൻ പോവുക. മറ്റുള്ളവരെ ബലപ്പെടുത്താൻ നിന്റെ നാവിൽ ദൈവം ബലത്തെ കൽപ്പിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൂത് പറഞ്ഞു നീ മറുകര കാണുമെന്ന്. പക്ഷെ പ്രതിസന്ധി, വെല്ലുവിളി, റോമിലെത്താൻ യാതൊരു സാധ്യതയില്ല, ശക്തമായ കാറ്റടിക്കുന്നു, കപ്പൽ തകർന്നു പോകുന്നവർക്ക് ജീവനോടിരിക്കുമെന്നൊരു ആശയില്ല. ഇതെല്ലാം കഴിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ താരോട്ട് വായിക്കുമ്പോൾ 27 അവസാനം വായിക്കുമ്പോൾ കപ്പൽ തകർന്നു. കപ്പൽ എന്ത് ചെയ്തു? തകർന്നു. പക്ഷെ 28 1 പറയുന്നു,
അങ്ങനെ അവിടെ ഇവിടെ പിടിച്ചും നീന്തിയും കിട്ടിയ പലകയിലൊക്കെ ഇടിച്ചു തകർന്ന പലകയിലൊക്കെ കയറി ഞങ്ങൾ 28-1 വായിച്ചേ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവരൊരു ദ്വീപിലേക്ക് എത്തി. വാക്തത്വമുള്ളവൻ എവിടെ തകർന്നാലും അവൻ രക്ഷപ്പെടും, അവൻ രക്ഷപ്പെടും, അവൻ രക്ഷപ്പെടും, അവൻ രക്ഷപ്പെടും. ഇന്ന് രാത്രി അത് പറയാനാ ദൈവാത്മാ ഹൃദയത്തെ നീ തകർന്നിരിക്കണ്ട. ചിലത് രക്ഷപ്പെടും, ചിലതിനെ ദൈവം എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം കാല് കുത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ചിലത് രക്ഷപ്പെട്ടിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത്രയൊക്കെ പ്രതിസന്ധി, ഇത്രയൊക്കെ വേദന, ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും അവരെത്തേണ്ട അവിടെ എത്തിയില്ല. പക്ഷേ ഒരു മറുകര കാണിപ്പാൻ ദൈവം എത്തി. ശ്രദ്ധിച്ചോ, ഒരു ദൂത് പറഞ്ഞതിന് ശേഷമുള്ള യാത്ര 23:11 പറയുന്നു, നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും എത്തേണ്ടതാണ്. പക്ഷെ നോക്കിക്കാണാം, 28 നമ്മൾ കണ്ടത്. 28:14 പറയുന്നു റോമിൽ എത്തിയെന്ന്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള യാത്ര, വെല്ലുവിളികൾ, എതിരെ അപവാദങ്ങൾ, കൊല്ലാൻ പറയുന്ന വെല്ലുവിളികൾ, തടവറയിലായിരിക്കുന്ന അവസ്ഥകൾ, അങ്ങനെ യാത്ര ചെയ്യുന്നു. ചെയ്ത യാത്രയും പ്രതീക്ഷയോടെ ചെയ്തതാ. പക്ഷെ കപ്പൽ ഛേദം സംഭവിക്കുന്നു. ആ വലിയ ഈശാനുമൂലം കൊടുങ്കാറ്റടിക്കുന്നു, തകർന്നു വീഴുന്നു. എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെട്ട് അടുത്ത ദ്വീപിലേക്ക് എത്തുന്നു. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. ശ്രദ്ധിച്ചോണം, ആ ദ്വീപിലെത്തി. ഹല്ലേലൂയ. അവിടുത്തെ വലിയ ഹല്ലേലൂയ, അവിടെ ഒരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ താനും ഈ പൗലോസ് എന്ത് ചെയ്യുന്നറിയുമോ, കുറച്ച് വിറക് പറക്കി അതിൻ്റെ അകത്തൊട്ടിട്ട് ഇട്ടപ്പോൾ, അത് ഞാൻ വിശ്വസിക്കുന്നു ഇതിന് മുമ്പേയും പലരും ഇട്ട് കാണും, പലരും സഹായിച്ചു കാണും. പക്ഷെ ഇവൻ പിടിച്ച് ഒരു വിറക് പിടിച്ച് അങ്ങോട്ട് ഇട്ടപ്പോ ഇതുവരെ കാണാത്തത് വെളിപ്പെട്ട് തിരിച്ചു വന്നു. ഒരു അണലി അവിടുന്ന് ചാടി അവന്റെ കൈമേൽ കയറി തൂങ്ങി. പക്ഷെ ഞാനൊരു ദൂത് പറയാം, എന്തൊക്കെ കയറി തൂങ്ങി എന്ന് പറഞ്ഞാലോ നിന്റെ വാഗ്ദത്തത്തെ തടയാൻ അതിന് ഒരിക്കലും സാധിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന പോലെ ചില കടികൾ ജീവിതത്തിൽ ഏറ്റു കാണും. ഹല്ലേലൂയ. പ്രതീക്ഷിച്ചില്ല, അറിഞ്ഞില്ല. ഹല്ലേലൂയ. അതിനെ ഹല്ലേലൂയ കയറി പിടിച്ചപ്പോൾ, കടിച്ചു തൂങ്ങിയപ്പോൾ അവിടെ ഉള്ളവർക്കറിയാം ഇത് കടിച്ചു തൂങ്ങിയാൽ അത് നീര് വെച്ച് ചത്ത് വീഴും. അവർക്കത് അറിയാം. അവർ നോക്കിയിരിക്കുക, നീര് വെച്ച് ചത്ത് വീഴും. പക്ഷെ പൗലോസ് ഒന്ന് കൊടഞ്ഞങ്ങോട്ടും കളഞ്ഞപ്പോൾ അവർ നോക്കുമ്പോൾ നീരും വെക്കുന്നില്ല, ചത്ത് വീഴുന്നില്ല. എന്താ കാരണം അറിയാമോ? ഒരുത്തന്റെ മേലൊരു ദൂത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നീ റോമിലേക്ക് എത്തിക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ഏതൊക്കെ കൊടുങ്കാറ്റ് നിന്നെ അടിച്ചാലോ, ഏതൊക്കെ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്നെ കയറി കടിച്ചു തൂങ്ങിയാലോ നിനക്കൊന്നും സംഭവിക്കത്തില്ല. ആ വാഗ്ദത്തങ്ങളിലേക്ക് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടെ. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനകൾ, ഈ വെള്ളിയാഴ്ച രാത്രി ചിലതിനെ കുടഞ്ഞു കളഞ്ഞു, ചിലതിനെ ആത്മാവിൽ ആരാധിച്ച് ഈ ഉപവാസ പ്രാർത്ഥന ആദ്യ ആഴ്ച, ഈ വെള്ളിയാഴ്ച ദൈവാത്മാവ് ആത്മമണ്ഡലത്തിൽ ചില കുടുംബങ്ങളെ നോക്കി ചെയ്യാൻ ചില വിടുതൽ ദൈവാത്മാവ് അയക്കാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത ചിലത്, നിന്നെ മറഞ്ഞിരുന്ന് കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്ന ചിലത്. ഒരിക്കൽ ശിംശോൻ മുന്തിരിത്തോട്ടത്തിൽ കൂടെ അപ്പനും അമ്മയായിട്ട് യാത്ര ചെയ്യുക, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, നല്ല അനുഭവമാണ്. പക്ഷെ മുന്തിരിത്തോട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ബാലസിംഹം ചാടി കയറി വീണു. അതുവരെ മറഞ്ഞിരുന്നിട്ട് ജീവിതത്തിന്റെ നന്മ കാണുമെന്ന് തോന്നുമ്പോൾ ചാടിക്കേറി വീഴുന്നതാ. പക്ഷെ അവന്റെ മേൽ ഒരു ആത്മശക്തി വന്ന് ഒരാട്ടിൻകുട്ടിയെ കീറുന്ന പോലെ ലാഘവത്തോടെ അവൻ അതിനെ കീറിക്കളഞ്ഞു. ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, മറഞ്ഞിരുന്ന് നിനക്കെതിരെ അറ്റാക്ക് ചെയ്യുന്ന ആ സ്പിരിറ്റുകൾ ഇന്ന് രാത്രി come out. പല അർത്ഥമുണ്ട് മുന്തിരിത്തോട്ടം. നിന്റെ നന്മ, നിന്റെ നിറവ്, നിന്റെ സമാധാനം, അത് ഈ സഭയാകുന്ന തോട്ടം മറഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യുന്ന ചിലത് ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ അല്പമീറ്റുകളും ആരാധിച്ച് ചില മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റുകൾ നീ പോലും പ്രതീക്ഷിക്കാതെ നിന്റെ വാഗ്ദത്തത്തിന്റെ യാത്രയിൽ നിന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുന്ന, അറ്റാക്ക് ചെയ്യുന്ന ചില സ്പിരിറ്റുകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇതിപ്പോൾ ഇറങ്ങി നിന്ന് വിടുതലാവുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ വലിയ വിടുതൽ, വലിയ വിടുതൽ, വലിയ വിടുതൽ, വലിയ വിടുതൽ, വലിയ വിടുതൽ, വലിയ വിടുതൽ.
പ്രാവശ്യം ഇന്ന് രാത്രി ഡെലിവർ ആകട്ടെ, ഡെലിവർ ആകട്ടെ, ഡെലിവർ ആകട്ടെ. ഒരു തീ വന്ന് വീഴുന്നു, ഒരു തീ വന്ന് വീഴുന്നു. അല്പ മിനിറ്റുകൾ ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി വിടുതൽ ദൈവാത്മാവ് ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ മകളുടെ ലൈഫിന്റെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. മകളെ നീ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ ചില മൂവുകൾ നീ കാണാൻ പോകുക. എവിടേക്കോ എന്നൊക്കെയോ മുന്തിരി തോട്ടത്തിന്റെ അകത്ത് പ്രതീക്ഷിക്കാത്ത ചാടി മറഞ്ഞിരിക്കുന്ന ഹൈഡിങ് സ്പിരിറ്റുകൾ, ബിഹൈൻഡിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ചില സ്പിരിറ്റുകൾ ഇന്ന് രാത്രി ഈ ആരാധനയിൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ കെട്ടയട്ടെ. നിനക്കെതിരെ ചാടി വന്നത് ഒരാത്മസാന്നിധ്യം ഇറങ്ങി വന്ന് നീ അതിനെ വലിച്ചു കീറിക്കള. ആരാധിച്ച് സ്തുതിച്ച് ചിലതിനെ കേറി പിടിച്ചത് നിന്റെ റോമ് കാണിക്കാതെ, നിന്റെ വാഗ്ദത്തം കാണിക്കാതെ കേറി പിടിച്ച ചിലതിനെ ഈ അഭിഷേക തീയിൽ കുടഞ്ഞുകളോ, കുടഞ്ഞുകളോ. അല്പ മിനിറ്റുകളും ആരാധിച്ചു, കണ്ണുകളെ അടച്ച്, കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി എന്തോ ചിലത് സംഭവിക്കുന്നു. എന്തോ ചില അദൃശ്യ മണ്ഡലങ്ങളിൽ ഈ വെറുതെ കൈയടിക്കുകയല്ല, നിന്നെ കേറി പിടിച്ച ചിലത് അഴിഞ്ഞുപറന്നുവോ. എവിടേക്കോ മറഞ്ഞിരുന്ന ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിലേക്ക് ചാടി വീഴുന്നത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഈ ആരാധനയിൽ പൊളിയുന്നു. ഓ ഈ ചർച്ചിന്റെ മീതെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. എത്രയൊക്കെ ചാടി വീണാലോ, ഏതൊക്കെ കടിച്ചു തൂങ്ങിയാലോ, വാറ്റത്തമുള്ളവനെ ദൈവ റോമിലെത്തിക്കോ. Spirit of living God, move this place, move this place, move this place. എത്ര കടിച്ചു തൂങ്ങിയാലോ കുടഞ്ഞുകള ആത്മാവി വലിച്ചു കീറ. ഇന്ന് രാത്രി ഇത് പറയിക്കാനാണ് ദൈവം കൊണ്ടുവന്നത്. ഈ നിമിഷം നിന്റെ മേലൊരു ശക്തി ഇറങ്ങിയ, നിനക്കെതിരെ ചാടി വീണതിനെ നീ ആത്മാവി കീറിക്കളയാൻ പോവുക. നീ പ്രതീക്ഷിക്കാതെ ചാടി കയറി നിന്റെ തൂങ്ങിയത് നീ കുറഞ്ഞു കളയ ഇന്ന് രാത്രി. Makudaragia moro shegele odoro orotori bolo shabala bala baba baba okoba liga siantara ribala bashakara kekara baba baba baba. നമ്മൾ കാണില്ല, പക്ഷെ നല്ലത് പ്രതീക്ഷ ചെയ്യുന്നത്, പക്ഷെ മറിഞ്ഞിരുന്ന് കേറിക്കൊത്തിയത്. ഹല്ലേലൂയ. നല്ല അനുഭവത്തിലൂടെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകേണ്ടത്, പക്ഷെ അപ്പനും അമ്മയായി സന്തോഷത്തോട് പോകേണ്ടതാ, പക്ഷെ ചാടി കയറി വരുന്നു. പക്ഷെ വാക്തത്വമുള്ള നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ മേൽ വീഴുന്ന ദൈവ സാന്നിധ്യോ നീ ആത്മാവിൽ ആരാധിച്ച് കൊടഞ്ഞു കളയുന്നതിന്റെ മേൽ നിന്നെ തൊടാൻ സാധിക്കത്തില്ല. കടിച്ചു തൂങ്ങി, കുടഞ്ഞു കളഞ്ഞു, ഒന്നും പറ്റിയില്ല. ആൾക്കാർ നോക്കിയിരുന്നു എന്തിനും പറ്റുമെന്ന്, ഒന്നും പറ്റിയില്ല. കാരണം ഇവനോടൊരു ദൂതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച വചനം കാണുന്നത്. 28-13-14 വായിച്ചേ.
ഒരു ദിവസം കഴിഞ്ഞിട്ട് വായിച്ചു മോളെ, കറക്റ്റാ. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ് അടിച്ചതിനാൽ പിറ്റേന്ന് പുത്യോലയിലെത്തി. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടി 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അവര് വീണ്ടും അടുത്ത കപ്പൽ യാത്ര തുടങ്ങി. അതിന് മുമ്പ് വായിക്കും 12 തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ അടുത്ത കര കാണാൻ പറ്റാതെ കിടന്ന് കുഴയുക. അപ്പോഴാണ് 13 പറയുന്നത്, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു കാറ്റടിച്ചു. ആ കാറ്റിന് സ്പീഡ് കയറി ഇവർ പുത്യോലിലെത്തി. അടുത്തതാണ് അവിടെ നിന്ന് അവരെന്ത് ചെയ്തു? റോമിലെത്തി. വാഗ്ദത്തം പറഞ്ഞ സ്ഥലത്ത് ദൈവം എത്തിപ്പിച്ചു. എത്താൻ ഇച്ചിരി പാടായിരുന്നു, പക്ഷെ ഒരു കാറ്റ് ദൈവം അങ്ങ് അടുപ്പിച്ചു കൊടുത്തു. അപ്പൊ അവരുടെ കപ്പൽ യാത്ര കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കി. ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയും, ചില കാറ്റടിപ്പിക്കാൻ പോവാ, ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി. കാരണം ഗ്യാരണ്ടി ദൈവം പറഞ്ഞേ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇതിന്റെ മീതെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കാറ്റടിക്കാൻ പോയാ ചിലടത്ത് കറങ്ങി ഓടിയതിനെ വേഗത്തിൽ പുത്യോലിൽ അടുത്ത റോമിലേക്ക് എത്തിക്കാനായി ഒരു കാറ്റ് ദൈവം അടുപ്പിക്കൂ. ദൈവദാസനെ ഒരു കാറ്റടിപ്പിക്ക. ആ കാറ്റടിക്കുമ്പോ ചില നിന്നോട് പറഞ്ഞ റോമിലേക്ക് യാത്രയ്ക്ക് തയ്യാറായിക്കോ. കേരളത്തിന്റെ മാത്രമല്ല, പുറത്തേക്കുള്ള യാത്രകൾക്ക് തയ്യാറായിക്കോ. അടാജി ശേലി കന്തരാരികത്തിയ ഒരു കാറ്റടിക്കാൻ പോയാ വാഗ്ദത്ത സ്ഥലത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കോ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ Vaki boro do shamtoro rebal kararaba. Udolo toria taraliga regadiyanthara. Lati bashandara. 6 വർഷങ്ങൾക്ക് പുറകെ നിന്നോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളെ നിനക്ക് ഓർക്കാമെങ്കിൽ ഓർത്തോ. ദൈവം ഒരു കാറ്റടിപ്പിക്കാൻ പോയാ അതിലേക്ക് എത്തിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധനാമം ആലോചന പറയുന്നു. ഒരു കാറ്റടിക്കാൻ പോയാ നിന്നെ കൊണ്ട് പറ്റത്തില്ല ചില റോമിലെത്താൻ. പക്ഷെ ഒരു കാറ്റ് ഈ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ പ്രോമിസിലേക്ക് ദൈവം എത്തിച്ചു. അടുത്തിരിക്കുന്ന ആളെ ആളുണ്ടെങ്കിൽ കൈ പിടിച്ചോളൂ. ഭയപ്പെടേണ്ട. എത്തേണ്ട റോമിൽ ദൈവം എത്തിക്കും എന്ന് പറഞ്ഞേ. എത്തേണ്ട റോമിൽ ദൈവം എത്തിക്കും. ദൈവസനെ എത്തിക്കും. അഭിഷേകം എത്തിക്കും. മോളെ എത്തിക്കും. ഹല്ലേലൂയ. ഏതൊക്കെ കാറ്റടിച്ചാലും ഏതൊക്കെ കയറി പിടിച്ച് തൂങ്ങാൻ ശ്രമിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. പ്രോമിസ് അവളാണെങ്കിൽ അത് എത്തും. ഹല്ലേലൂയ. അതൊക്കെ കയറി പിടിക്കും, കുഴപ്പമില്ല. കൊടഞ്ഞു കളയാനായി 21 ദിവസം ദൈവം അവസരം വരുന്നത്. Yes. Jesus. കൊളഞ്ഞു കളഞ്ഞു. Meshekia Reto Real Gadregadia Mela Teria Taraba Shandara Koroko Baba Baba Lata Tara Baba 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 Hari Kasia La Karada Baba Baba. ഇന്നത്തെ അല്പകാര്യങ്ങളോട് പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ സമയം മാറ്റിക്കും. ഇന്നൊരു വലിയ ദൈവമഹത്വം ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പോവുക. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഇതിൻ്റെ അകത്ത് വെളിപ്പെടും. ദൈവം ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി ദൈവവാസന. അത് അബ്രഹാം പറഞ്ഞു, ഞാനാ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ,
ഒന്ന് പേഷ്യൻ്റ് ആകേണ്ടി വന്നു, ഇച്ചിരി കാത്തിരിക്കേണ്ടി വന്നു. ചില കാറ്റടിക്കും, നീ പേടിക്കണ്ട. നിന്നോട് ആ കാറ്റിൻ്റെ ഇടയ്ക്കും ഇറങ്ങി വന്ന് ദൂത് പറയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രതിസന്ധിയിലും ദൈവം നിറവേറ്റും. ഒരിക്കൽ 5 അപ്പവും ആ മീനുകളൊക്കെ ദൈവം വാഴ്ത്തി 1000 10,000 ഭക്ഷിച്ചതിന് ശേഷം അവരോട് പറയുന്നു, കർത്താവ് അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാൻ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ കിടപ്പുണ്ട്, മർക്കോസ് 6 കിടപ്പുണ്ട്. നിർബന്ധിച്ച് എന്ത് ചെയ്തു? അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. ആലോചിച്ച്, കർത്താവ് നിർബന്ധിച്ച് പോയതിനു ശേഷം തരോട്ട് വായിക്കുമ്പോൾ ഭയങ്കര വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര കാറ്റടിച്ചു, തിര പൊങ്ങി, കപ്പൽ മുങ്ങി, അല്ലെങ്കിൽ യാത്രാ പടക് മുങ്ങുന്ന അനുഭവമായി. അവർ എല്ലാം തീർന്നെന്ന്. പക്ഷെ 4 ആയപ്പോൾ ഒരുത്തൻ നടന്നു വരുന്നു. അവൻ ബോട്ടിൽ കയറി ശാസിക്കേണ്ടതിനെ ശാസിച്ചു. ബൈബിൾ പറയുന്നു, അവർ ഗദരദേശത്ത് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞവൻ അവൻ അവരെ എത്തിച്ചു. ചില സമയത്ത് ദൈവത്തിൻ്റെ വിളി കേട്ട്, ദൈവത്തിൻ്റെ നിർബന്ധം കേട്ട് ഇറങ്ങി തിരിച്ചാലും, ചില കാറ്റടിച്ചാലും, ഏത് സമയത്താണെങ്കിലും 4 ഇറങ്ങി വരും. 4 യാമത്തിലാണെങ്കിലും ഇറങ്ങി വരും. ദൈവത്തിന് വേണ്ടിയാണ് നീ നിന്നതിൻ്റെ ഒറ്റ പേരിൽ നിന്റെ മേലൊരു ദൂതുണ്ടായതുകൊണ്ട് എൻ്റെ ദൈവം എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിലുടനീളം നമുക്ക് കാണാം ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം ദാവീദിന്റെ മേൽ അഭിഷേകം വന്നു വീണു, രാജാവാനുള്ള അഭിഷേകം. പക്ഷേ പിറ്റേ ദിവസം രാജസിംഹാസനത്തിൽ വന്നോ? ഇല്ല. തലയിൽ കിരീടം കിട്ടിയോ? ഇല്ല. കൊട്ടാരമല്ല, പ്രതിസന്ധിയും ഗുഹയിൽ പോയി ഒളിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. പക്ഷെ 2 ശമൂവേലിന്റെ പുസ്തകം വന്നപ്പോൾ അവൻ രാജാവായി. ശൗൽ ഓടിക്കാനും പിടിക്കാനും ഒക്കെ വന്നു. പലതും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഗോലിയാത്തിന്റെ വെല്ലുവിളികൾ ഉണ്ടായിരിക്കും. പക്ഷെ നിന്നോട് ദൂതു പറഞ്ഞവൻ ആ പ്രോമിസിലേക്ക് ദൈവം എത്തിച്ചിരിക്കും. മനോഹരമായൊരു ദൈവത്തിൻ്റെ വചനമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേ. യെശയ്യാവ് 55 10 11 തിരുവചനങ്ങൾ ഒന്ന് വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവചനം 55 അധ്യായം അതിന്റെ 10 11 വാക്യങ്ങൾ. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം. ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് നിൽക്കണേ. ആ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് വായിക്കാം. മഴയും ഹിമവും ആകാശത്ത് നിന്നും പെയ്യുകയും അവിടത്തേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി. ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്കറിയാം, മഴ ഹിമയും ഈ പെയ്യുന്ന മഴയും പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികളും ആകാശത്തുനിന്ന് പെയ്യുന്ന തിരിച്ചങ്ങോട്ട് പോകത്തില്ല, മടങ്ങിപ്പോകാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരം നൽകത്തക്കവണ്ണം ഭൂമി എന്ത് ചെയ്യും? നനച്ച് ഫലവത്താക്കി. അപ്പം മേളിൽ നിന്നൊരു മഴ പെയ്താൽ അത് എന്തിനാന്ന് വെച്ചാൽ വിതപ്പാനുള്ള ആഹാരത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകാനായി ഈ ഭൂമിയെ നനച്ചെന്ത് ചെയ്യും? രൂപപ്പെടുത്തും. ഇതേപോലെ, കാരണം എങ്കിലാണ് വിളവുണ്ടാകത്തുള്ളൂ. ഇതേപോലെ 11 വായിച്ചേ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഒരു മഴ വന്ന് ഭൂമിയെ ഒരുക്കി അതിന്റെ വിത്തിലേക്ക് വരുന്ന പോലെ എന്റെ വായിൽ നിന്നൊരു വചനം പുറപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ തിരിച്ചെന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. ദൈവം ഒരു പ്രോമിസ് പറഞ്ഞാൽ അത് ഇഷ്ടമുള്ളത് നിവർത്തിക്കും. താൻ അയച്ച കാര്യത്തെ അത് സാധിപ്പിച്ചിരിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്നോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കും.
പൂർത്തീകരിപ്പാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. അത് വെറുതെ മടങ്ങി വരത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥന ദൈവമാണ് ഗ്യാരണ്ടി പറയുന്നത്. വെറുതെ അല്ല വരുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൂത് കേൾപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഒന്ന് വീണ്ടും ഒരുക്കുകയാണ്. ആ ഭൂമിയെ നനച്ച് ആ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന പോലെ എൻ്റെ ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കും. പ്രോമിസ് ദൈവം പറഞ്ഞാൽ നാം ഒരു പോഷനെ പോലെ അനുസരിക്കാൻ തയ്യാറായാൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, ആ പ്രോമിസിനെ ദൈവം നിറവേറ്റിയിരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 20-ാമത്തെ വയസ്സിൽ എൻ്റെ യേശു കർത്താവിനെ ഞാൻ അറിഞ്ഞു. 21-ാമത്തെ വയസ്സിൽ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ആ സമയത്ത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു. ആ സമയത്ത് ഏത് മനുഷ്യൻ്റെ ആഗ്രഹം എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു മാന്യത ഉണ്ടാവണം, അല്ലേ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എനിക്കൊരു ജോലി കിട്ടണം, ക്രമീകരണം ഉണ്ടാവണം. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പ്രോജക്റ്റും മറ്റു കാര്യങ്ങളുമായി ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ ഒരു ജോലി കിട്ടി, ഇൻ്റർവ്യൂ പാസ്സായി. അത്യാവശ്യം മാന്യമായ സാലറി ഉള്ള ഒരു നല്ല, ഞാൻ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയറാണ്. സിസ്കോയുടെയും മറ്റ് മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ എക്സ്ട്രാ കോഴ്സുകൾ പഠിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മാത്രമല്ല, എക്സ്ട്രാ ഡിഗ്രി എനിക്കുണ്ട്. അപ്പോൾ അതെല്ലാം അതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ജോലിയിൽ ഒന്നാമത് അത്യാവശ്യം ഇന്ത്യയിലെ ഫേമസ് ആയ, പേര് പറഞ്ഞാൽ അറിയാം, ഞാൻ പേര് പറയുന്നില്ല, ഫേമസ് കമ്പനിയിൽ ജോലി ലഭിച്ചു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണം. ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരിൽ നിന്നും ഹല്ലേലൂയ ഞാൻ യാത്ര തിരിക്കുകയാണ്. എനിക്ക് ആദ്യത്തെ സ്റ്റോപ്പിൽ പോകേണ്ടത് ശിവാജി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. രാവിലെ ജോലിക്ക് പ്രവേശിക്കാൻ പോകുന്ന ഫസ്റ്റ് ഡേ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഡേ ജോലിക്ക് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ നിറവേറ്റുന്ന കാര്യം പറയാം. ഫസ്റ്റ് ഡേയിൽ ജോലിക്ക് പോകുമ്പോൾ ഒരു 6 രാവിലെ പോകുമല്ലോ നമ്മൾ, 6-6:30 ആകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, അല്ലേ? ആരാധനയ്ക്ക് വരുമ്പോൾ ഇച്ചിരി ലേറ്റായാലും മറ്റു കാര്യം പറഞ്ഞാൽ, നാളെ രാവിലെ ബാങ്ക് മാനേജർ കാണണമെന്ന് പറഞ്ഞാൽ 9 മണിക്ക് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ കാണും. പക്ഷെ ആരാധനയ്ക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അത്രയും അങ്ങോട്ട് താല്പര്യം. അത് നമ്മുടെ മാനസികത, അത് മാറും. ഹല്ലേലൂയ. അങ്ങനെ എന്താ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. ദൈവകാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ രാവിലെ ജോലിക്ക് പോയി. രാവിലെ 6-6:30 ആയപ്പോൾ ഞാൻ പോയി പോകാൻ വേണ്ടി ക്രമീകരിച്ചു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് രാവിലെ 6-6 കുറച്ച് പേരെ ബസ്സിൻ്റെ അകത്തുള്ളൂ. നല്ല ബാംഗ്ലൂരല്ലേ, നല്ല പ്രഭാതത്തിൽ നല്ല തണുപ്പുമുണ്ട്, കാറ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം, എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അന്ന് ഇന്ന് എനിക്കറിയാം ദൈവം എന്നോട് പ്രത്യേക രീതിയിൽ ഇടപെടുമ്പോൾ എൻ്റെ കണ്ണ് അസാധാരണമായി അങ്ങ് നിറയുമ്പോൾ എനിക്കറിയാം എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്നോട് എന്തോ ഒരു ഡീപ്പർ കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായി. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് തുടങ്ങിയ ഒരു അനുഭവം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. ആ അനുഭവം വരുമ്പോൾ എനിക്കറിയാം അസാധാരണമായി ദൈവം ഇടപെടുക. അപ്പോൾ എൻ്റെ കണ്ണങ്ങ് നിറയാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ദൈവാത്മാവിന് എന്നോട് സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ എന്തോ ഇത് പറയുമ്പോൾ ഇത് പറയാൻ വന്നതല്ല, ആർക്കൊക്കെ പേഴ്സണലായിട്ട് ദൈവിക എൻകൗണ്ടറുകൾ, ചില ഇടപെടലുകൾ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോവുക. നിന്നോട് ഹൃദ്യമായി ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ചിലരോട് നോക്കി സംസാരിക്കാൻ പോവുക. ഹല്ലേലൂയ. അങ്ങനെ എനിക്കറിയാം സംസാരിക്കാൻ ദൈവാത്മാവ്. ഞാൻ ഇന്ന് നമുക്കറിയില്ല, ആ ബസ്സിൻ്റെ മുമ്പിൽ ഇത് കാണും, അതിനിങ്ങോട്ട് ഒന്ന് തലവണി, ആരും കാണണ്ടാന്ന് വെച്ച്, കണ്ണീരാരും കാണണ്ടാന്ന് വെച്ച് ഇങ്ങനെ തലവണി. ഇങ്ങനെ തലവണക്കിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരാളിങ്ങനെ ശബ്ദം പോലെ സംസാരിക്കുക, നീ ജോലിക്ക് പ്രവേശിക്കരുത്. ചങ്ക് പറിക്കുന്നൊരു സംഭവമാണ് നമുക്ക്. ഈ ജോലിയിൽ പ്രവേശിക്കരുത്. എന്നിട്ട് പറഞ്ഞു ഗോ ബാക്ക്, എന്നിട്ട് മടങ്ങി വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ദൈവമേ ഞാൻ ജോലിക്ക് പോവില്ലേ. അടുത്തത് നിനക്ക് ജോലി വേണോ. എൻ്റെ ഉള്ളിൽ ആരും ഇന്നങ്ങ് സംസാരിക്കുക. നമുക്കറിയാം ജോലി വേണോ, നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കണോ. കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അപ്പച്ച, എനിക്ക് എൻ്റെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടണം എങ്കിൽ നീ മാറിയിരുന്ന ചില ദിവസങ്ങൾ പ്രാർത്ഥിയിൽ ബാക്കി ഞാൻ പ്രവർത്തിക്കും. ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെയല്ല. കാരണം ഇത് ഞാൻ എന്തോ പറഞ്ഞുകൊണ്ട് വീട്ടിൽ വരും, എന്തോ ഞാൻ പറയും, ആരോട് എന്തോ പറയും. ഇത്രയും കിട്ടിയിട്ട് ഈ അവസരത്തെ തള്ളിക്കളയുന്ന അവസരം. പക്ഷേ എനിക്കറിയാം എൻ്റെ അപ്പൻ സംസാരിച്ചാൽ അത് ദൈവം പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാഗ്ദത്തം പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ ചെന്നോ പലരും ചോദിച്ചു എന്തുവാ നിനക്ക് പറ്റിയത്, നീ കാര്യം പറ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ദൈവം ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ പഠനം കഴിഞ്ഞ് വന്ന എൻ്റെ പെങ്ങൾ വന്നിട്ട് പറഞ്ഞു, അച്ചാച്ചാ എനിക്കും ഈ സ്നാനപ്പെടണം, എനിക്കും ഈ ദൈവത്തെ അറിയണം. അത് കഴിഞ്ഞ് ഒരു 5-6 മാസത്തിനുള്ളിൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും സ്നാനപ്പെട്ട് എന്നോട് ആരാധിപ്പാൻ എൻ്റെ ദൈവം ഇടയാക്കി. അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഏതൊക്കെ പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോഴോ ദൈവം നിന്നോടൊരു വാഗ്ദത്തം
പറഞ്ഞാൽ, ആ വാഗ്ദത്തത്തിന് നീ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ, അതിനുവേണ്ടി കാല് വെക്കാൻ തയ്യാറായാൽ, നീ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് കൊണ്ടെത്തിക്കാം. ഇന്ന് ഇത് ഞാൻ ഇവിടെ പറയുന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവ് ആരോടൊക്കെയോ ദൈവാത്മാവ് ചിലത് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം സംസാരിക്കുകയാണ്. നീ ദൈവത്തിന് സ്റ്റെപ്പ് വെച്ചാൽ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന് സ്റ്റെപ്പ് വെച്ചാൽ, നീ കർത്താവിനെ അറിയാനാകാം, അത് സ്നാനപ്പെടാനാകാം, അത് രക്ഷിക്കപ്പെടാനാകാം, ദൈവകൃപയിലേക്ക് വരാനാകാം, അല്ല ചില ദൈവം അനുസരിക്കാനാകാം. അത് ചെയ്യാൻ തയ്യാറായാൽ നീ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി എത്രയൊക്കെ തടസ്സമുണ്ടെങ്കിലും വാഗ്ദത്തം ചെയ്തവൻ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. തടസ്സം എന്തോ ആയിക്കോട്ടെ, വാഗ്ദത്തം ചെയ്തവൻ പൂർത്തീകരിക്കും. ദൈവനിയോഗപ്രകാരം സെരുബാബേല് ആലയം പണിയാൻ ഇറങ്ങി. എസ്രായുടെ പുസ്തകം 1-2 വയ്ക്കുമ്പോൾ സ്റ്റെപ്പുകൾ വെച്ചു. 3-ാം അധ്യായത്തിൽ വളരെ പ്രതീക്ഷയോടെ ആരാധിച്ച് ആലയത്തിന് അടിസ്ഥാനം ഇട്ടു. 4-ാം അധ്യായത്തിൽ ശത്രു പണി തടസ്സപ്പെടുത്തി. പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു വാക്ക് ശ്രദ്ധിച്ചേ, സക്രിയാവ് 4:6 ഒന്ന് വായിച്ചേ. സക്രിയാവ് 4:6. ഇത് പറഞ്ഞ് നമ്മൾ ശക്തമായി, എനിക്കൊരു പ്രാർത്ഥനയുടെ നിയോഗമുണ്ട്. സൗഖ്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. സക്രിയാവ് 4:6 ഒന്ന് വായിച്ചേ. ആദ്യം സക്രിയ വചനം 4-ാം അധ്യായം 6-ാം വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. സക്രിയാവിനോട് ദൈവത്തിന്റെ ആലോചന പറയുകയാണ്. സെരുബാബേലിനോടുള്ള അരുളപ്പാട്, യഹോവയുടെ അരുളപ്പാടാണിത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലെ ധൈര്യമായിട്ടിരിക്കെ, കഴിവുകൊണ്ടോ മിടിക്കൊണ്ടല്ല, എന്റെ ആത്മാവിനാൽ അത് സംഭവിക്കാൻ പോവുക. എന്ത് സംഭവിക്കും? 7-ാം വാക്യം. സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോട് കൂടെ അവൻ ആണിക്കല്ല് കയറ്റും. 8-9 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, 9 സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അടിസ്ഥാനത്തിന്റെ കല്ല് കൈ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കൈ തന്നെ അത് തീർക്കും. മതി. ആണിക്കല്ല് കയറ്റാൻ ദൈവം ഇടയാക്കും. എത്രയൊക്കെ ശത്രു പോരടിച്ചാലും, എത്രയൊക്കെ വെല്ലുവിളിച്ചാലും, എത്ര വലിയ കോട്ട പോലെ കെട്ടിപ്പൊക്കിയാലും, എത്ര പർവ്വതം നിന്നാലും, എത്ര യെരിഹോവിന്റെ മതിൽ ഉയർന്നു വന്നാലും, നിന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കൈ കൊണ്ട് അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ കൈ കൊണ്ട് ആണിക്കല്ല് കയറ്റിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഉപവാസ പ്രാർത്ഥനകൾ ചിലതിനെ നോക്കി വിളിച്ചു പറയുന്നു. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ചില സ്റ്റെപ്പിന് കായ് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കൈ കൊണ്ട് പൂർത്തീകരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കൈ കൊണ്ട് അനുഭവിപ്പിക്കാതിരിക്കത്തില്ല. നിന്റെ കൈയാൽ തുടങ്ങിയത് അതിന്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാം. അഭിഷേകത്തിനെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഒരു കൈ അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ, എത്ര സെരുബാബേലുമാരുടെ മുമ്പിൽ എത്ര മഹാപർവ്വതം വെല്ലുവിളിച്ചു നിന്നാലോ അത് ശമഭൂമിയാവും. ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ സമഭൂമിയാകുന്നത് കാണാൻ പോകുക. അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, നിന്നോടൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കുന്ന ഒരു നല്ല കർത്താവാണ്.